നമസ്കാരം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇടതു പ്രചാരണത്തിന് മന്ത്രിമാരടക്കം മണ്ഡലത്തിലേക്ക്. പോത്തുകലിൽ UDF പ്രചാരണം അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിക്ക് ഇന്ന് PV അൻവർ മറുപടി പറയും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. മണ്ണിടിച്ചിലിൽ കാണാതായ സൈനികർക്കായി തെരച്ചിൽ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. 1,00,000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കായി വീണ്ടും സർക്കാർ നീക്കം. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി. പദ്ധതിക്ക് റെയിൽവേയുടെ അനുമതി തേടുമെന്ന സൂചന. അശ്വിനി കുമാർ വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര കമ്മിറ്റി. ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ചർച്ച. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ആക്രമണം ഉൾപ്പെടെ ചർച്ചയാകും. രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണം 4000-ലേക്ക്. 3961 ആക്റ്റീവ് കേസുകൾ. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിൽ. രോഗം വർദ്ധിക്കുന്നത് നിരീക്ഷിച്ച കേന്ദ്രം. ആശങ്ക വേണ്ടെന്ന് അധികൃതർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കലാശ പോരാട്ടം. 18ാം സീസണിലെ ചാമ്പ്യന്മാരെ ഇന്നറിയാം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും ഫൈനലിൽ ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ഇരു ടീമും ഇറങ്ങുന്നത് ആദ്യ കിരീടം ലക്ഷ്യമിട്ട്.